KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സൗദി അറേബ്യയിലെ ദല്ലത്തുൽ ബറക ഫൗണ്ടേഷനും അലിഫും ചേർന്ന് നൽകുന്ന ഡോക്ടർ അബ്ദുയമാനി അറബിക് അവാർഡ് കാന്തപുരം ഉസ്താദിന്. ബാർ കോഴക്കേസ് KM മാണിക്ക് പണം നൽകിയതിന് തെളിവില്ലെന്ന് SP സുകേശൻ. അന്തരീക്ഷ മലിനീകരണത്തിൽ 30%-ലധികം കുറവ്, വാഹന നിയന്ത്രണം വീണ്ടും നടപ്പിലാക്കിയേക്കുമെന്ന് കെജ്രിവാൾ. വിമാനാപകടത്തിൽ പരുക്കേറ്റ സുഭാഷ് ചന്ദ്രബോസ് മരിച്ചത് ആശുപത്രിയിൽ വെച്ചെന്ന് വെളിപ്പെടുത്തൽ. KPCC പ്രസിഡന്റ് VM സുധീരന് മറുപടിയുമായി PB അംഗം പിണറായി വിജയൻ. നവകേരള മാർച്ച് രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജെയ്ഷെ മുഹമ്മദിനെതിരായ പാക് നടപടി ഇന്ത്യയെ സന്തോഷിപ്പിക്കാനെന്ന് ഹാഫിസ് സയീദ്. BSNL കാൾ ചാർജ് 80% വെട്ടിച്ചുരുക്കി. മർക്കസ് പൂർവ്വ വിദ്യാർത്ഥികളായ സഖാഫികളുടെ പിന്തുണയോടെ മർക്കസിന് വിശ്രമസൌധമൊരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. ബാർ കോഴക്കേസിൽ മുൻ ധനമന്ത്രി KM മാണിക്ക് ക്ലീൻ ചീറ്റ് നൽകിയ വിജിലൻസ് തുടരന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. KM മാണിക്ക് ബാറുടമകൾ 3 തവണയായി പണം കൊടുത്തു എന്ന് പറയുന്നതിന് തെളിവില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് വ്യക്തമാക്കിയാണ് SPS സുകേശൻ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. മദ്യനയം സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് മൂലമുണ്ടായ നഷ്ടമാണ് ബിജു രമേശിന്റെ ആരോപണത്തിന് പിന്നിൽ. സർക്കാരിനെ ഭീഷണിപ്പെടുത്താനായിരുന്നു ബിജു രമേശ് പണം നൽകിയെന്ന ആരോപണം ഉന്നയിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിജിലൻസിന്റെ തുടരന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് സ്വകാര്യ ചാനലിന് ലഭിച്ചു. ഫോൺ രേഖകളും മൊഴികളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിക്കുന്നത്. മാണിക്ക് കോഴ നൽകിയെന്ന് പറയപ്പെടുന്ന ദിവസങ്ങളിലെ ബാറുടമകളുടെ മൊബൈൽ ഫോണുകളുടെ ടവർ ലൊക്കേഷൻ ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ടിൽ കോഴാരോപണം ദുർബലമെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മാണി കോഴ ചോദിച്ചതിനും വാങ്ങിയതിനും തെളിവില്ലാത്തതിനാൽ കേസ് അവസാനിപ്പിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ബാർ കോഴക്കേസിൽ റിപ്പോർട്ട് സുകേശന്റേതല്ലെന്ന് ബിജു രമേശ് പറഞ്ഞു. സുകേശൻ അറിയാതെയാണ് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കുമെന്നും ബിജു രമേശ് പറഞ്ഞു. ലാവ്ലിൻ കേസിൽ ഉത്തരവാദിത്തത്തോടെ പ്രതികരിക്കാൻ നവകേരളയാത്ര ഉപയോഗിക്കാമെന്ന VM സുധീരന്റെ ഉപദേശത്തിന് നന്ദിയുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. കാസർകോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPMന്റെ കേരളയാത്രയെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കളിലുള്ള ആശങ്കയാണ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ആരോപണം. ലാവ്ലിൻ കേസിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്നും മുമ്പും പ്രതികരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPM ഒരു കാലത്ത് കമ്പ്യൂട്ടറിനെ എതിർത്തുവെന്നത് ശരിയാണ്. അത് ആ കാലഘട്ടത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടായിരുന്നു. കമ്പ്യൂട്ടർ തൊഴിലാളികളുടെ തൊഴിൽ സാധ്യത കുറയ്ക്കുമെന്ന് ചിലർക്കെങ്കിലും ഭയമുണ്ടായിരുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള യാത്ര രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പിണറായി വിജയൻ ജനകീയ മുഖം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ചെന്നിത്തല ആലപ്പുഴയിൽ പറഞ്ഞു. അതേസമയം ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഒഴിഞ്ഞുമാറി. പൊതുമേഖലാ മൊബൈൽ സേവനദാതാക്കളായ BSNL മൊബൈൽ കോളുകളുടെ നിരക്ക് 80% കുറച്ചു. നേരത്തെ പുതിയ BSNL മൊബൈൽ ഉപഭോക്താക്കൾക്ക് പ്രഖ്യാപിച്ച 80% ഇളവ് നിലവിലെ ഉപഭോക്താക്കളിലേക്കും വ്യാപിപ്പിച്ചതായി BSNL വൃത്തങ്ങൾ അറിയിച്ചു. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ നിലവിൽ വന്നു. പെർ മിനിറ്റ് പെർ സെക്കൻഡ് ബില്ലിംഗ് ഉപയോഗിക്കുന്നവർക്ക് പുതിയ നിരക്ക് ബാധകമാണ്. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ BSNL കൂടുതൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കിവരികയാണെന്ന് BSNL ബോർഡ് ഡയറക്ടർ RK മീത്തൻ പറഞ്ഞു. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നടപ്പിലാക്കിയ വാഹന നിയന്ത്രണം വീണ്ടും പരിഷ്കരിച്ച രീതിയിൽ നടപ്പിലാക്കിയേക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ജനുവരി 1 മുതൽ ഡൽഹിയിൽ നടപ്പിലാക്കിയ ഒറ്റ ഇരട്ട നമ്പർ പരിഷ്കാരം 15 ദിവസത്തേക്ക് മാത്രമായിരുന്നു. എന്നാൽ പദ്ധതി വൻ വിജയം കണ്ട സ്ഥിതിക്കും മലിനീകരണത്തിന്റെ തോത് ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലും പരിഷ്കാരം വീണ്ടും നടപ്പിലാക്കുന്ന കാര്യം ആലോചനയിലുണ്ടെന്ന് കെജ്രിവാൾ ട്വിറ്ററിലൂടെ അറിയിച്ചു. പദ്ധതി വിജയിപ്പിക്കാൻ സഹകരിച്ച ഡൽഹി നിവാസികളോട് കെജ്രിവാൾ നന്ദി അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ, ഗതാഗത വകുപ്പ്, ട്രാഫിക് പോലീസ് എന്നിവരുടെ പിന്തുണയില്ലാതെ ഇത്തരമൊരു പദ്ധതി വിജയിപ്പിക്കുക സാധ്യമല്ലെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മലിനീകരണ തോത് മാത്രമല്ല നഗരത്തിലെ ഗതാഗതക്കുരുക്കിനും പരിഹാരമുണ്ടായി. വാഹന നിയന്ത്രണത്തിനുശേഷം അന്തരീക്ഷ മലിനീകരണത്തിൽ 30%-ലധികമാണ് കുറവ് രേഖപ്പെടുത്തിയത്. 2 ആഴ്ച നീണ്ട ഗതാഗത നിയന്ത്രണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ തിങ്കളാഴ്ച മന്ത്രിതല യോഗം ചേരും.
ജനുവരി 1 മുതലായിരുന്നു ഡൽഹിയിൽ വാഹന പരിഷ്കാരം ഏർപ്പെടുത്തിയത്. ഒറ്റഅക്ക വാഹനങ്ങൾ ഒറ്റഅക്ക ദിവസത്തിലും ഇരട്ടഅക്ക വാഹനങ്ങൾ ഇരട്ടഅക്ക ദിവസത്തിലും മാത്രം നിരത്തിലിറക്കുകയെന്നതായിരുന്നു നിയന്ത്രണം. സുഭാഷ് ചന്ദ്രബോസ് മരിച്ചത് വിമാനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയെന്ന പുതിയ വെളിപ്പെടുത്തൽ ബ്രിട്ടീഷ് വെബ്സൈറ്റായ bosfiles.info-യാണ് നേതാജിയുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. 5 സാക്ഷികളെ ഉദ്ധരിച്ചാണ് വെബ്സൈറ്റിന്റെ വെളിപ്പെടുത്തൽ. നേതാജിയോടൊപ്പം പ്രവർത്തിച്ച ആർമി കേണൽ ഹബീബുർ റഹ്മാൻ ഖാൻ, നേതാജിയെ ചികിത്സിച്ച ആശുപത്രിയിലെ നഴ്സ് സാൻ പി ഷാ, 2 ജപ്പാനീസ് ഡോക്ടർമാർ, ഒരു ദ്വിഭാഷി എന്നിവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വെബ്സൈറ്റ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഹബീബുർ റഹ്മാൻ ഖാനും നേതാജിയോടൊപ്പം വിമാനത്തിലുണ്ടായിരുന്നു. ഇരുവരെയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും നേതാജി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അപകടം നടന്ന് 6 ദിവസങ്ങൾക്ക് ശേഷം 1945 ഓഗസ്റ്റ് 24-ന് ഹബീബുർ റഹ്മാൻ നൽകിയ മൊഴി വെബ്സൈറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. പത്താൻകോട്ട് ആക്രമണത്തിന്റെ പേരിൽ ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടിയെടുക്കുന്നതിന് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ വിമർശിച്ച് ജമാഅത്തുദ്ദവ നേതാവ് ഹാഫിൽ സയ്യിദ്. ജെയ്ഷെ മുഹമ്മദിനെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കുന്നത് ഇന്ത്യയെ സന്തോഷിപ്പിക്കാനാണെന്നും സംഘടനയുടെ ആസ്ഥാനമായ ലാഹോറിൽ നടത്തിയ പ്രഭാഷണത്തിനിടെ ഹാഫിസ് സയ്യിദ് പറഞ്ഞു. മോദി സർക്കാരിനെ സന്തോഷിപ്പിക്കാനായി നവാസ് ഷെരീഫ് ഗവൺമെന്റ് ഇത്തരത്തിൽ നടപടിയെടുക്കുന്നത് ഖേദകരമാണ്. കാശ്മീർ പ്രശ്നത്തിൽ പാകിസ്ഥാൻ ഗവൺമെന്റിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യക്ക് അവസരം നൽകാനേ ഈ അറസ്റ്റുകൾ ഉപകരിക്കൂ. ഇന്ത്യയുമായുള്ള സൌഹൃദത്തിനായി പാകിസ്ഥാൻ ദേശീയ താൽപര്യങ്ങൾ ഹനിക്കുകയാണെന്നും ഹാഫിൽ സയ്യിദ് കുറ്റപ്പെടുത്തി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. അത്യാഹിത വിഭാഗത്തിന് എതിർഭാഗത്തുള്ള ഹംസാഫ് കെട്ടിടത്തിൽ പ്രതീക്ഷ കമ്മ്യൂണിറ്റി സെന്ററിനോട് ചേർന്നാണ് കേന്ദ്രം പ്രവർത്തിക്കുക. കോഴിക്കോട് സൌത്ത്, നോർത്ത് മണ്ഡലങ്ങളിലെയും സമീപ പ്രദേശങ്ങളിലെയും ഹജ്ജ് അപേക്ഷകർക്ക് രാവിലെ 9 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെ കമ്മിറ്റി ട്രെയിനർമാരുടെ സേവനം ലഭിക്കും. കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം എം അഹമ്മദ് മൂപ്പൻ നിർവഹിച്ചു. മലപ്പുറം ജില്ലയിൽ വ്യാജ ഡെന്റൽ ക്ലിനിക്കുകൾ വ്യാപകമാകുന്നു. നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും ഇത്തരം ക്ലിനിക്കുകൾ കൂണുപോലെ മുളച്ചു പൊങ്ങുകയാണ്. ഏതെങ്കിലും ദന്ത ഡോക്ടറുടെ സഹായിയായി കുറച്ചുകാലം പ്രവർത്തിച്ച ശേഷം ഈ പരിചയവുമായാണ് പുതിയ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നത്. വൻ തുക മുടക്കി അത്യാധുനിക യന്ത്ര സംവിധാനങ്ങൾ ഒരുക്കുന്ന ഇവർ ഒറിജിനൽ ക്ലിനിക്കുകളെ അപേക്ഷിച്ച് ചാർജ് കുറയ്ക്കുന്നത് ദന്തരോഗികളെ ആകർഷിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മുറിച്ചികിത്സ രോഗികളിൽ അസുഖം വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല ക്യാൻസർ പോലുള്ള മാരകരോഗങ്ങൾ വരുത്താനും ഇടയാക്കുമെന്ന് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലപ്പുറം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സാദിഖ് അലി പറഞ്ഞു. മഞ്ചേരിയിൽ മാത്രം ഇത്തരത്തിൽ 3-ലധികം ക്ലിനിക്കുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രതിവർഷം നിരവധി ഡെന്റൽ ഡോക്ടർമാരാണ് കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. വ്യാജ ക്ലിനിക്കുകൾ ഇത്തരത്തിലുള്ള ഡോക്ടർമാർക്ക് പ്രാക്ടീസ് നടത്താൻ പ്രയാസമുണ്ടാക്കുന്നു. തിരുവാലി, എളങ്കൂർ, കാളികാവ്, വളാഞ്ചേരി, കുറ്റിപ്പുറം, പുളിക്കൽ എന്നിവിടങ്ങളിലും നിരവധി വ്യാജ ദന്തൽ ക്ലിനിക്കുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അടിസ്ഥാന യോഗ്യത പോലുമില്ലാത്ത ക്ലിനിക്ക് ഉടമകൾ ഡോക്ടർ എന്ന വ്യാജനയാണ് ചികിത്സ നടത്തുന്നത്. സ്വർണ്ണവില കൂടി. പവന് 200 രൂപയുടെ വർധനയുണ്ടായി. 19,640 രൂപയാണ് ഇന്ന് പവന്റെ വില. ഗ്രാമിന് 25 രൂപ കൂടി 2,455 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. വെള്ളിയാഴ്ച പവന് 80 രൂപയുടെ കുറവുണ്ടായിരുന്നു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. വീടുകൾക്ക് പുറത്ത് വസ്ത്രങ്ങൾ ഉണക്കാനിടുന്നവർക്ക് 100 റിയാൽ മുതൽ 500 റിയാൽ വരെ പിഴ ചുമത്താൻ സൌദിയിലെ നഗരസഭാ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട നിയമാവലി വ്യവസ്ഥ ചെയ്യുന്നതായി റിപ്പോർട്ട്. നിയമലംഘനം ആവർത്തിക്കുന്നവർക്ക് ഇരട്ടത്തുക പിഴ ചുമത്തും. കുപ്പത്തൊട്ടികളിലല്ലാതെ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്ന വീട്ടുകാർക്ക് 100 റിയാലും റെസ്റ്റോറന്റുകൾക്ക് 1000 റിയാൽ മുതൽ 3000 റിയാൽ വരെയും പിഴ ലഭിക്കും. വാഹനങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ റോഡിലേക്ക് വലിച്ചെറിയുന്നവർക്ക് 100 റിയാൽ മുതൽ 200 റിയാൽ വരെ പിഴ ചുമത്തും. കാറിലുള്ള യാത്രക്കാർ മാലിന്യങ്ങൾ പുറത്തേക്കിട്ടാലും പിഴ ഈടാക്കുക ഡ്രൈവറിൽ നിന്നായിരിക്കും. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നവർക്കും പിഴ ലഭിക്കും. ഓഫീസുകൾ അടക്കം വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ ഉറങ്ങുന്നതിന് ഉപയോഗിക്കുന്നത് നിയമലംഘനമാണ്. ഇങ്ങനെ വ്യാപാര സ്ഥാപനങ്ങൾക്കകത്ത് ഉറങ്ങുന്ന ഓരോ തൊഴിലാളിക്കും 200 റിയാൽ മുതൽ 500 റിയാൽ വരെ സ്ഥാപന ഉടമയ്ക്ക് പിഴ ചുമത്തും. തൊഴിൽ സ്ഥലത്ത് തൊഴിലാളികൾ ഉറങ്ങുന്നതും നിയമലംഘനമാണ്. ഭക്ഷണം തയ്യാറാക്കുന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർ പുകവലിക്കുന്നത് നിയമലംഘനമാണ്.
ഭക്ഷണം തയ്യാറാക്കുന്നതിനും ഭക്ഷണം ഉപയോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിനുമിടെ പുകവലിക്കുന്നവർക്ക് പിഴ ലഭിക്കും. വിരലുകൾ ഉപയോഗിച്ച് മൂക്കിന്റെ ഉൾവശം വൃത്തിയാക്കുന്നത് അടക്കമുള്ള അനാരോഗ്യകരമായ ശീലങ്ങൾക്ക് 200 റിയാൽ മുതൽ 500 റിയാൽ വരെ പിഴ ചുമത്തും. നിയമലംഘനം ആവർത്തിക്കുന്നവർക്ക് ഇരട്ടത്തുക പിഴ ചുമത്തും. ഭിത്തികളിലും മേൽപ്പാലങ്ങളിലും നോട്ടീസുകളും പോസ്റ്ററുകളും പതിക്കുന്നതും ചിത്രങ്ങൾ വരയ്ക്കുന്നവർക്കും എഴുതുന്നവർക്കും 200 റിയാൽ മുതൽ 500 റിയാൽ വരെ പിഴ ഒടുക്കേണ്ടിവരും. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം മാനവികം മനസ്സുള്ളിലുറപ്പിക്കാൻ മൃദുഹാസം നിശ തോട്ടിടും ദീപവുമാ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മർക്കസിൽ നിന്ന് പഠിച്ചിറങ്ങിയ സഖാഫി ബിരുദധാരികളുടെ പിന്തുണയോടെ മർക്കസിന് വിശ്രമ സൌധമൊരുങ്ങുന്നു. 2010 ബാച്ചിലെ സഖാഫികളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഉമ്മയുടെ സ്മരണാർത്ഥം കുഞ്ഞിമ ഹജ്ജുമ മെമ്മോറിയൽ ഇസ്തിറാഹ നിർമ്മിക്കുന്നത്. പദ്ധതിയുടെ ആദ്യ ഗഡു സയ്യിദ് അലി അക്ബർ സഖാഫി, ഉനൈസ് സഖാഫി നരിക്കോട് എന്നിവരുടെ നേതൃത്വത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കൈമാറി. മർക്കസിൽ നടന്ന ചടങ്ങിൽ KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, ഹാഫിൽ അബൂബക്കർ സഖാഫി പന്നൂർ, ഹസൻ സഖാഫി തറയിട്ടാൽ സംസാരിച്ചു. അറബിക് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഫോറവും സൌദി അറേബ്യയിലെ ദല്ലത്തുൽ ബറക്ക ഫൌണ്ടേഷനും സംയുക്തമായി നൽകിവരുന്ന ഡോക്ടർ മുഹമ്മദ് അബ്ദുയമാനി അലിഫ് അറബിക് അവാർഡിന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അർഹനായി. പണ്ഡിതനും അറബി സാഹിത്യകാരനും പ്രവാചക സ്നേഹിയും സൌദി മുൻ പെട്രോളിയം മന്ത്രിയുമായിരുന്ന ഡോക്ടർ മുഹമ്മദ് അബ്ദുയമാനിയുടെ സ്മരണക്കായാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനാചരണ പരിപാടിയിലാണ് കാന്തപുരം ഉസ്താദിനെ അവാർഡിന് തിരഞ്ഞെടുത്തത്. മെയ് അവസാനത്തിൽ ഡൽഹിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ അറബിക് ലിറ്ററി സമ്മിറ്റിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് അലിഫ് ഭാരവാഹികൾ അറിയിച്ചു. മലപ്പുറം മഅദിൻ അക്കാദമിയിൽ പുതുതായി ആരംഭിച്ച ജാമിയ സ്റ്റഡി സെന്റർ 2016 അധ്യയന വർഷ ക്ലാസുകൾക്ക് നാളെ തുടക്കമാകും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KKN കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ P ആരസൻകുട്ടി, ഡോക്ടർ അബ്ബാസ് പനക്കൽ, ജലീൽ സഖാഫി കടലുണ്ടി, ഷഫീഖ് മിസ്ബാഹി, അബൂബക്കർ സഖാഫി അരീക്കോട് തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. അങ്കടിമുഗർ ദർസ് സമാജം നിദാ ഉൽ ഇസ്ലാം സംഘടിപ്പിക്കുന്ന ഹുബ്ബ് റസൂൽ സമ്മേളനവും മതപ്രഭാഷണവും നാളെ തുടക്കം കുറിക്കും. രാത്രി 8 മണിക്ക് നടക്കുന്ന ഹുബ്ബ് റസൂൽ സമ്മേളനം ഇസ്ഹാഖ് മിസ്ബാഹി ഈശ്വരമംഗലത്തിന്റെ അധ്യക്ഷതയിൽ AP അബ്ദുൽ അസീസ് ഫൈസി അങ്കടിമുഗർ ഉദ്ഘാടനം ചെയ്യും. മുദരിസ് കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി ഹുബ്ബ് റസൂൽ പ്രഭാഷണം നടത്തും. ബിരുദം നേടിയിറങ്ങിയ ഖാലിദ് സഖാഫി കാട്ടിപ്പാറ, ഉമറുൽ ഫാറൂഖ് സഖാഫി മുഗ്ര എന്നിവർക്കുള്ള ഉപഹാരം ജമാഅത്ത് പ്രസിഡന്റ് അസീസ് കൊട്ടൂടൽ നൽകും. വിജ്ഞാന പരീക്ഷാ വിജയികൾക്കുള്ള ഉപഹാരം അബ്ദുറഹ്മാൻ മാസ്റ്റർ നൽകും. ബദിയടുക്ക ചെടേക്കാൽ പൊസോട്ട് തങ്ങൾ നഗറിൽ താജുൽ ഉലമ സാന്ത്വന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം ജനുവരി 28 വൈകുന്നേരം 4 മണിക്ക് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. പൊതുസമ്മേളനം സയ്യിദ് ആറ്റുകോയ ബാഹസൻ തങ്ങൾ പഞ്ചിക്കലിന്റെ പ്രാർത്ഥനയോടെ BS അബ്ദുള്ള കുഞ്ഞു ഫൈസി ഉദ്ഘാടനം ചെയ്യും. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി അധ്യക്ഷത വഹിക്കും.
കളസ നൌഫൽ സഖാഫി ചിക്ക്മാംഗ്ലൂരു പ്രഭാഷണം നടത്തും. പ്രമുഖ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൗദി അറേബ്യയിലെ ദല്ലത്തുൽ ബറക ഫൗണ്ടേഷനും അലിഫും ചേർന്ന് നൽകുന്ന ഡോക്ടർ അബ്ദുയമാനി അറബിക് അവാർഡ് കാന്തപുരം ഉസ്താദിന്. നവകേരള മാർച്ച് രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. BSNL കാൾ ചാർജ് 80% വെട്ടിച്ചുരുക്കി. ജെയ്ഷെ മുഹമ്മദിനെതിരായ പാക് നടപടി ഇന്ത്യയെ സന്തോഷിപ്പിക്കാനെന്ന് ഹാഫിസ് സയീദ്. KPCC പ്രസിഡന്റ് VM സുധീരന് മറുപടിയുമായി PB അംഗം പിണറായി വിജയൻ. അന്തരീക്ഷ മലിനീകരണത്തിൽ 30%-ലധികം കുറവ്. വാഹന നിയന്ത്രണം വീണ്ടും നടപ്പിലാക്കിയേക്കുമെന്ന് കെജ്രിവാൾ. ബാർ കോഴക്കേസ് KM മാണിക്ക് പണം നൽകിയതിന് തെളിവില്ലെന്ന് SP സുകേശൻ. മർക്കസ് പൂർവ്വ വിദ്യാർത്ഥികളായ സഖാഫികളുടെ പിന്തുണയോടെ മർക്കസിന് വിശ്രമസൌധമൊരുങ്ങുന്നു. വിമാനാപകടത്തിൽ പരുക്കേറ്റ സുഭാഷ് ചന്ദ്രബോസ് മരിച്ചത് ആശുപത്രിയിൽ വെച്ചെന്ന് വെളിപ്പെടുത്തൽ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്.